ലീനിയർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. പ്രോബ്ലം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അതായത് കുറച്ച് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ടഫല്ല, നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെപ്പുകൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുക. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. എ കമ്പനി പ്രൊഡ്യൂസസ് 2 products A and B which are produced in Department 1 and Department 2. ഒരു കമ്പനി 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്, എയും ബിയും. അത് ഡിപ്പാർട്ട്മെൻറ്റ് 1ലും ഡിപ്പാർട്ട്മെൻറ്റ് 2ലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് 1 ഹാസ് 60 hours ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ഹാസ് 48 hours. ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള അവർ എന്ന് പറയുന്നത് 60 ഡിപ്പാർട്ട്മെൻറ്റ് 2ന് 48 മണിക്കൂറുമാണ് ഉള്ളത്. 1 unit of product A require 4 hours in Department 1 and 2 hours in Department 2. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് 1ന് വേണ്ടത് 4 മണിക്കൂറും ഡിപ്പാർട്ട്മെൻറ്റ് 2ന് വേണ്ടത് 2 മണിക്കൂറുമാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ കേസാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് 1 unit of product B require 2 hours in Department 1 and 4 hours in Department 2. ഇനി ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് 1ന് 2 മണിക്കൂറും വേണം, ഡിപ്പാർട്ട്മെൻറ്റ് 2ന് 4 മണിക്കൂറും വേണം. പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി ആർ 8 and റെസ്പെക്റ്റീവ്ലി. പ്രോഫിറ്റ് ഈ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനും ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനും കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് കിട്ടുന്നത് 8ഉം ബിക്ക് കിട്ടുന്നത് 6ഉമാണ്. ദ മാനുഫാക്ചറർ വാണ്ട്സ് ടു നോ ദ ബെസ്റ്റ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പം മാനുഫാക്ചറർക്ക് വേണ്ടത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയാണ്, അതായത് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏറ്റവും കൂടുതലാക്കി എടുക്കണം. അപ്പം അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ അയാൾ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, ആ കോമ്പിനേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. ആ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് കോമ്പിനേഷൻ യൂസിങ് LPP. LPP എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് വഴി അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ പ്രൊഡക്റ്റ് എയിൻ്റെയും പ്രൊഡക്റ്റ് ബിയിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താണ് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഒന്ന് ഷോർട്ടാക്കി എഴുതുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റ് 1ഉം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് 2ഉം ഉണ്ട്. നമുക്ക് 2 പ്രോഡക്റ്റാണുള്ളത്, പ്രോഡക്റ്റ് എയും ഉണ്ട്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് ബിയും ഉണ്ട്. പ്രൊഡക്റ്റ് എ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് 1ന് വേണ്ടത് 4 hours, ഡിപ്പാർട്ട്മെൻറ്റ് 2ന് വേണ്ടത് 2 hours. പ്രൊഡക്റ്റ് ബി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് 1ന് വേണ്ടത് 2 hours, ഡിപ്പാർട്ട്മെൻറ്റ് 2ന് വേണ്ടത് 4 hours. പിന്നെ പ്രോഫിറ്റിൻ്റെ കേസ് പറയുന്നുണ്ട് അല്ലേ. പ്രോഫിറ്റ് പ്രൊഡക്റ്റ് എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റിന് 8, പ്രൊഡക്റ്റ് ബിക്ക് കിട്ടുന്നത് 6. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ അവേഴ്സാണ്. ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ടോട്ടൽ 60 hours, ഡിപ്പാർട്ട്മെൻറ്റ് 2ന് ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 48 hours. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളത്. നമ്മളിനി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്, ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ
ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും എഴുതുക സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നമ്മളെപ്പോഴും സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ എക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് പ്രോഫിറ്റ് 8 ബിക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് പ്രോഫിറ്റ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഫിറ്റ് നമ്മൾ മാക്സിമൈസ് ചെയ്യണം. ആ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയത്തിന് നമ്മൾ x1 എന്നും x2 എന്നുമാണ് എടുക്കുന്നത്. ഈ x1 അതേപോലെ തന്നെ x2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 വാല്യൂസ് എടുക്കും. ഇപ്പോൾ ഈ x1 x2 എന്ന് പറഞ്ഞത് പ്രൊഡക്ഷൻ വോളിയാണ്. x1 ആൻഡ് x2 ബി. ഈ x1ഉം x2ഉം വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ ഈ x1 x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ വോളിയമാണ്. x1 ആൻഡ് x2 ബി ദി പ്രൊഡക്ഷൻ വോളിയംസ് ഓഫ് പ്രോഡക്റ്റ് എ ആൻഡ് പ്രൊഡക്റ്റ് ബി. 2 പ്രൊഡക്റ്റാണുള്ളത്, പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും. എയുടെ പ്രൊഡക്ഷൻ വോളിയത്തിന് നമ്മൾ x1 എന്നും ബിൻ്റെ പ്രൊഡക്ഷൻ വോളിയത്തിന് നമ്മൾ x2 ആക്കി എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരിക പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. എയുടെ പ്രോഫിറ്റ് 8ഉം ബിയുടെ പ്രോഫിറ്റ് 6ഉമാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക സെഡ് ഈക്വൽ ടു 8x1. എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് 8, എയുടെ പ്രൊഡക്ഷൻ വോളിയത്തിന് നമ്മൾ x1 ആയിട്ട് എടുക്കുകയാണ്. ഇനി ബിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6, ബിയുടെ പ്രൊഡക്ഷൻ വോളിയത്തിന് നമ്മൾ x2 എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി സെഡ് ഈക്വൽ ടു 8x1 + 6x2. കോമൺ ആയിട്ട് x1 x2 എന്നാണ് എഴുതൽ, നോർമലി അങ്ങനെയാണ് എഴുതൽ. ഇനി നിങ്ങൾക്ക് ഈ x1 x2 വെച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ വേണേൽ നിങ്ങൾക്ക് x1ന് x എന്നും x2ന് y എന്നും കൊടുക്കാം. ആ x1 ഉള്ളിടത്ത് xും x2 ഉള്ളിടത്ത് y ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. നോർമലി ഇങ്ങനെയാണ് ചെയ്യാറ്, x1 x2 എന്നാണ് എടുക്കൽ. ഇനി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ xും yയും വെച്ചിട്ട് ചെയ്താലും പ്രശ്നമില്ല, ഇതേപോലെ തന്നെയാണ് ചെയ്യുക. x1 എഴുതുന്നിടത്ത് നിങ്ങൾ x എന്ന് എഴുതുക, x2 എന്നുള്ളിടത്ത് നിങ്ങൾ y എന്ന് എഴുതുക. പറ്റുന്നവർ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, x1ഉം x2ഉം വെച്ചിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? z ഈക്വൽ ടു 8x1 + 6x2 എന്ന് എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് കൺസ്ട്രെയിൻസ് ആണ്, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. അടുത്തത് നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതണം, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, അതാണ് കൺസ്ട്രെയിൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ കൺസ്ട്രെയിൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് 1 പ്രൊഡക്റ്റ് എക്ക് 4 അവറാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. അതേപോലെ പ്രൊഡക്റ്റ് ബി ആണെങ്കിൽ 2 അവറാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. ടോട്ടൽ അവർക്ക് 60 അവറാണുള്ളത്, അതാണ് ഒരു കൺസ്ട്രെയിൻറ്റ്. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് 2 പ്രൊഡക്റ്റ് എക്ക് 2 അവറാണ് വേണ്ടത്, പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കാൻ 4 അവറാണ് വേണ്ടത്. ടോട്ടൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 48 അവേഴ്സാണ്, അതാണ് രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ്. ഈ 2 കൺസ്ട്രെയിൻസും നമ്മൾ എഴുതണം. ഈ കൺസ്ട്രെയിൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഇനി എഴുതുകയാണ്. അതെങ്ങനെയാണ് എഴുതുക? 4x1 + 2x2 < 60. കാരണം അവർക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള അവറാണ് എന്ത്, 60 എന്ന് പറയുന്നത്. 60ൽ കൂടുതൽ അവേഴ്സ് അവർക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റില്ല, അത് അവിടുത്തെ ഒരു റെസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 4x1 + 2x2 < 60. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 2x1 പ്രൊഡക്റ്റ് എയിൻ്റെ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ വോളിയത്തിന് നമ്മൾ x1 എന്നാണ് എടുത്തത്. അപ്പോൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് 2x1 + 4x2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48, മാക്സിമം 48 hours. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 എന്ന് പറയുന്നത്. 48ന് മുകളിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ടൈം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് എഴുതുക. കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? 4x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഇതാണ് ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ്. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 2x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി, പിന്നെ നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതി. പിന്നെ ഈ കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി എഴുതണം. അതെന്താണ്? x1 എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. x2 എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതെല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയാവും. തിയറി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ്. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് അതായത് പ്രൊഡക്ഷൻ വോളിയം എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവില്ല. അതെപ്പോഴും 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഈ x1ഉം x2ഉം ഒരിക്കലും 0യ്ക്ക് താഴെയുള്ള നെഗറ്റീവ് വാല്യൂ ആവില്ല. അതെപ്പോഴും 0യോ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ടോട്ടൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ എഴുതുന്നത്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്താണ്, ഇതിലേതാണ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ്, ഇതിലേതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് z ഈക്വൽ ടു 8x1 പ്ലസ് 6x2 എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നൊന്നും എഴുതാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും മതി, ഈ z ഈക്വൽ ടു 8x1 പ്ലസ് 6x2 എന്ന് എഴുതാം. എന്നിട്ട് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് 4x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, 2x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48. പിന്നെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി, കൺസ്ട്രെയിൻറ്റ് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ x1ന് 0 ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് x2 0 ആക്കി കൊടുക്കുക. എന്നിട്ട് പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കുക. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ആദ്യം x1 0 ആക്കിയിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ x2 0 ആക്കിയിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. ആ രണ്ട് വാല്യൂസും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഒറ്റ ഗ്രാഫിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് വെച്ചിട്ടും ഒരു ലൈന് വരയ്ക്കണം. ഈ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് വെച്ചിട്ടും ലൈന് വരയ്ക്കണം. ഈ പറയുന്ന അത്ര ടഫൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? 4x1 പ്ലസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 4x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഇതായിരുന്നു എന്ത്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്നാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുന്നുണ്ട്. 2x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മൾ ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് മാറ്റണം. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈ ലെസ് ദാൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പോഴേ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു 60 എന്ന് എഴുതുക. പിന്നെ 2x1 പ്ലസ് 4x2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു 48 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ആയി. ഇനി നമ്മൾ ഈ 2 ഇക്വേഷൻസിലും x1ൻ്റെയും x2ൻ്റെയും വാല്യൂ 0 ആക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുന്നത് 4x1 + 2x2 = 60. ഇതെല്ലാം ആദ്യം എന്ത് ചെയ്യാണ്, x1ൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുകയാണ്. x1ൻ്റെ വാല്യൂ 0 ആക്കുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 4 × 0 + 2x2 = 60. 4 × 0 0 ആണ്. അപ്പോൾ 2x2 = 60. x2 = 60 / 2 30. അപ്പോൾ x1 0 ആവുമ്പോൾ x2 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. x1 0 ആയിട്ട് എടുക്കുമ്പോൾ x2 30 ആണ്. എഴുതുമ്പോൾ ആദ്യം എപ്പോഴും എന്ത് ചെയ്യണം? x1ൻ്റെ വാല്യൂ ഫസ്റ്റ് എഴുതണം, പിന്നെയാണ് x2ൻ്റെ വാല്യൂ എഴുതേണ്ടത്. അപ്പോൾ x1 0 ആകുമ്പോൾ x2 എന്ന് പറയുന്നത് 30 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ x1 മാത്രമാണ് 0 ആയിട്ട് എടുത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x2 0 ആക്കി എടുത്തിട്ടും ചെയ്യണം. x2നെ 0 ആക്കി എടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എഴുതുന്നത്. 4x1 + 2x2 എന്നുള്ളിടത്ത് 2 × 0 = 60. 4x1 2 × 0 0 ആണ്. അപ്പോൾ 4x1 = 60. x1 = 60 / 4. 60 / 4 ചെയ്താൽ 15 കിട്ടും. അപ്പോൾ x2നെ നമ്മൾ 0 ആക്കി എടുക്കുമ്പോൾ x1 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി. x1 15ഉം x2 0യും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? x1 എഴുതണം, പിന്നെയാണ് x2 എഴുതേണ്ടത്. ആദ്യം 0 എഴുതിയിട്ട് പിന്നെ 15 എഴുതരുത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തെറ്റും. ആദ്യം x1ൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്, പിന്നെ x2ൻ്റെ വാല്യൂ എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ x1നെ 0 ആക്കി എടുത്തു, പിന്നെ നമ്മൾ x2നെ 0 ആക്കി എടുത്തു. x1നെ 0 ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിൻ്റാണ്. x2 0 ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 15 0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിൻ്റാണ്. ഈ 2 പോയിൻ്റ് ഫസ്റ്റ് ഇക്വേഷൻ്റെ പോയിൻ്റാണ്. ഈ 2 പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ലൈന് ഗ്രാഫിൽ വരയ്ക്കും. അപ്പോൾ അതിന് മുന്നേ ഇനി രണ്ടാമത്തെ ഇക്വേഷനും ഇതേപോലെ ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? 2x1 + 4x2 = 48. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ആദ്യം എന്ത് ചെയ്യുക? x1 0 ആക്കി എടുക്കുക. x1 0 ആക്കി എടുക്കുമ്പോൾ 2 × 0 + 4x2 = 48. 2 × 0 0 ആണ്. 4x2 = 48. അങ്ങനെയാണെങ്കിൽ x2 = 48 / 4. 48 / 4 ചെയ്യുമ്പോൾ 12 ആണ് കിട്ടുക. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഫസ്റ്റ് പോയിന്റ് കിട്ടി. x1 0 ആവുമ്പോൾ x2 എന്ന് പറയുന്നത് 12 ആണ്. x1 0 ആവുമ്പോൾ x2 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇതാണ് എന്ത്? രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ ആദ്യം x1 0 ആക്കി എടുത്തു, ഇനി x2നെ 0 ആക്കി എടുക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? 2x1 + 4x2 എന്നുള്ളിടത്ത് 4 × 0 = 48. അപ്പോൾ 2x1 4 × 0 0 ആണ്. 2x1 = 48. അപ്പോൾ x1 = 48 / 2. 48 / 2 ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും നമുക്ക് കിട്ടി. എങ്ങനെയാണ്? x2 0യും x1 24ഉം. ഇത് ഇവിടെ x2 ആണ് നമ്മൾ 0 ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എഴുതുമ്പോൾ തെറ്റിപ്പോവരുത് കേട്ടോ. ഇപ്പോൾ തെറ്റിയ പോലെ തെറ്റരുത്. x2 0 ആക്കി എടുത്തു. അപ്പോൾ x2 രണ്ടാമത് എഴുതണം. x1 24. അപ്പോൾ x1 ആദ്യം എഴുതുക. അപ്പോൾ x1 x2. അപ്പോൾ എന്ത് കിട്ടി? അടുത്ത പോയിൻറ്സും കിട്ടി. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തുള്ളൂ. ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. ഫസ്റ്റ് ഇക്വേഷനിൽ x1 0 ആക്കിയിട്ട് നമ്മൾ 2 ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. അത് 1 0 1 30. പിന്നെ x2 0 ആക്കിയിട്ടുള്ള ടെർമിനൽ പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് 15ഉം
0. പിന്നെ രണ്ടാമത്തെ ഇക്വേഷനിലും x1 0 ആക്കി എടുക്കുമ്പോൾ x2 കിട്ടുന്നത് 12 ആണ്. അപ്പോൾ 0 12 ആണ് ടെർമിനൽ പോയിന്റ്. പിന്നെ അതേ ഇക്വേഷനിൽ x2 0 ആക്കി എടുക്കുമ്പോൾ x1 കിട്ടുന്നത് 24 ആണ്. അപ്പോൾ അടുത്ത ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് 24 0 ആണ്. അപ്പോൾ ഈ 0 30 15 0 0 12 24 0 ഈ 4 പോയിൻറ്റ്സ് നമ്മളിനി ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാഫ് വരയ്ക്കുകയാണ്. 0 30 15 0 0 12 24 0 ഇതാണ് ഗ്രാഫിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ 30 അല്ലേ. അപ്പോൾ 30 വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഗ്രാഫിന് നമ്പർ കൊടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യണം, പെൻസിലും സ്കെയിലും വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ വളഞ്ഞ് വരയ്ക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ ഇതാണ് 0 എന്ന് നിങ്ങൾക്കറിയാം. 30 വരെയൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ 5 10 15 20 25 30 35 ഞാനിവിടെ ഒരു 40 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മുകളിലേക്കും അടയാളപ്പെടുത്തുക. 5 10 15 20 25 30 35 40 മുകളിലേക്കും ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് x1, ഇതാണ് x2. ഇനി ഈ x1നും x2വിനും പകരം നിങ്ങൾ xും y ആണ് എടുത്തതെങ്കിൽ x1ൻ്റെ സ്ഥാനത്ത് ഇത് xും x2വിൻ്റെ സ്ഥാനത്ത് ഇവിടെ y ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ x1ഉം x2ഉം നമ്മൾ ഗ്രാഫിൽ വരച്ചു. ഇനി പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, 0 30. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് 0 30. ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 0 30 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 15 0 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 0 12ഉം 24 0യും. അപ്പോൾ 0 12 വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് 24 0 വരയ്ക്കണം. ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ളതാണ് x1, രണ്ടാമത് നമ്മൾ എഴുതിയിട്ടുള്ളതാണ് x2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ x1ൽ 0 നോക്കുക. x1ൽ 0 എന്ന് പറയുന്നത് ഇതാ ഈ പോയിൻ്റാണ് x1ലെ 0 എന്ന് പറയുന്നത്. ഇതിന് നേരെ x2വിൽ 30 നോക്കണം. അപ്പോൾ x1 0 x2 30 എന്ന് പറയുമ്പോൾ ദാ ഇവിടെയാണ് വരിക. x1ലെ 0ക്ക് നേരെ x2വിൽ 30 നോക്കുമ്പോൾ ദാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് 0 30 എന്ന് പറയുന്ന പോയിൻ്റ്. 0 30 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ് വരിക. ഈ ഒരു പോയിന്റിൽ x1ൻ്റെ വാല്യൂ 0 ആണ്, x2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. പിന്നെ അടുത്ത നമ്മൾ വരയ്ക്കേണ്ട പോയിൻറ്റ്സ്, ഈ രണ്ട് പോയിൻറ്റ്സ് ഏതിൻ്റെയാണ്, ഫസ്റ്റ് ഇക്വേഷൻ്റെയാണ് ഈ രണ്ട് പോയിൻറ്റ്സ്. അതായത് 4x1 പ്ലസ് 2x2 ഈക്വൽ ടു 60 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ്റെ രണ്ട് പോയിൻറ്റ്സ് ആണ് ഇത്. രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 48 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 0 30 എന്നുള്ള പോയിൻ്റ് അടയാളപ്പെടുത്തി. ഇനി 15 0 ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. 15 0 എന്ന് പറയുമ്പോൾ x1ൽ 15 ദാ ഇവിടെയാണ് 15, x2 0 എന്ന് പറയുമ്പോൾ ദാ ഇവിടെയാണ് വരിക. അപ്പോൾ 15 0 എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്, ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ രണ്ട് പോയിൻറ്റ്സ് 0 30യും 15 0യും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യുക, അതിനെ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം. അപ്പോൾ ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ചേർത്ത് വരച്ചിട്ട് അവിടെ അതിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുക്കുക. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, 4x1 പ്ലസ് 2x2 ഈക്വൽ ടു 60. ആ ലൈനിൻ്റെ നേരെ ഇക്വേഷൻ എഴുതി കൊടുത്തു. ഇനി നമ്മൾ അടുത്ത പോയിൻറ്റ്സ് 0 12 എന്ന് പറയുമ്പോൾ x1ൽ 0 x2വിൽ 12. ഇവിടെയാണ് ഞാൻ 10 വരച്ചിട്ടുള്ളത്. അപ്പോൾ 12 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇവിടെയാവും. അപ്പോൾ 0 12 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 24 0 ആണ്. 24 0 എന്ന് പറയുമ്പോൾ x1ൽ 24, ഇവിടെ 25 അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആയിരിക്കും ഒരു 24. അപ്പോൾ x2വിൽ 0 ആണ്. അപ്പോൾ 24 0 എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയാണ്, ഇതാ ഇവിടെയാണ് 24 0 എന്ന് പറയുന്ന പോയിൻ്റ്.
അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിലെ 0, 12 ഇവിടെയാണ്, 24, 0 ഇവിടെയാണ്. ഇതിനെയും എന്ത് ചെയ്യുക, ചേർത്ത് വരയ്ക്കുക. ഇതിനെയും ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് ഒരു ലൈനുമ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഈ ലൈനിൽ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടില്ല. ആ ഇക്വേഷൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഡൗട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് എഴുതാത്തത്. ഇതാണ് എന്ത്, രണ്ടാമത്തെ ഇക്വേഷൻ്റെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗ്രാഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി, പിന്നെ നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കിട്ടിയിട്ടുള്ള ടെർമിനൽ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചു. എന്നിട്ട് ആ ഗ്രാഫിൽ ഇനി നമ്മൾ ഫീസിബിൾ റീജിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കുറച്ച് കൺസ്ട്രെയിൻസും കൂടെ നമ്മൾ പാലിക്കണം. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രോഫിറ്റ്, ആ ഒരു ഏരിയ ഇതിൽ ഏതാണ്, അതാണ് ഫീസിബിൾ റീജിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യനിൽ എന്താണ് കൺസ്ട്രെയിൻസ് പറയുന്നത് 4x1 + 2x2 < 60. അടുത്ത കൺസ്ട്രെയിൻസ് പറയുന്നത് 2x1 + 4x2 < 48. രണ്ട് കൺസ്ട്രെയിൻറ്റും എങ്ങനെയാണ്, ലെസ് ദാൻ ആണ്. നമ്മൾ പിന്നെ അത് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ശരിക്കുള്ളത്, ലെസ് ദാൻ ആണ്. അതായത് മാക്സിമം 60 അവേഴ്സ് വരെ, മാക്സിമം 48 അവേഴ്സ് വരെ ക്വസ്റ്റ്യനിലുള്ള രണ്ട് കൺസ്ട്രെയിൻറ്റും എങ്ങനെയാണ്, ലെസ് ദാൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ആയതുകൊണ്ട് നമ്മളിവിടെ ഫീസിബിൾ റീജിയന് അടയാളപ്പെടുത്തുമ്പോൾ ഈ രണ്ട് ലൈനിനും താഴെയുള്ള കോമൺ ആയിട്ട് താഴെ വരുന്ന ഭാഗമാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ക്വസ്റ്റ്യനിൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ആയതുകൊണ്ട് തന്നെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഗ്രാഫായിട്ട് വരച്ചിട്ടുള്ള ഈ രണ്ട് ലൈനിനും കോമൺ ആയിട്ട് വരുന്ന താഴെ വരുന്ന ഭാഗം. ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ രണ്ട് ലൈൻസിനും കോമൺ ആയിട്ട് മുകളിൽ വരുന്ന ഭാഗമാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈനിനും കോമൺ ആയിട്ട് താഴെ വരുന്ന ഭാഗം ഏതാണോ അതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈന് നോക്കുക, ഈ ഒരു ലൈനിൻ്റെ താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞതാ ഈ ഭാഗമാണ്. ഈ ലൈനിൻ്റെ താഴെയുള്ള ഭാഗം ഇങ്ങോട്ടേക്ക് എന്നാണ്, ഈ ലൈനിൻ്റെ മുകളിലുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം പെടും. രണ്ടാമത്തെ ലൈന് നോക്കുക, ഈ ലൈനിൻ്റെ താഴെ എന്ന് പറഞ്ഞാലും ഇത്രയും ഭാഗം പെടും. പക്ഷെ നമുക്ക് എന്ത് വേണം, രണ്ട് വരയുടെയും താഴെയാവണം. ഒരു വരയുടെ താഴെയും മറ്റൊരു വരയുടെ താഴെയും അങ്ങനെയല്ല എടുക്കേണ്ടത്, രണ്ട് വരയുടെയും താഴെയുള്ള ഭാഗമാണ് ഫീസിബിൾ റീജിയൻ. അങ്ങനെ രണ്ട് വരയുടെയും താഴെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ഇത്രയും ഭാഗമാണ് രണ്ട് വരയുടെയും താഴെ വരുന്നത്. നമുക്ക് ഈ ഭാഗം എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, അത് ഈ ലൈനിൻ്റെ താഴെയാണ്, പക്ഷേ ഈ ലൈനിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം എടുക്കാത്തത്. പിന്നെ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ താഴെയാണ് ഈ ഭാഗം വരുന്നത്, പക്ഷെ നമുക്ക് ഈ ഭാഗം എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഭാഗം എന്ന് പറയുന്നത് ഈ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ലൈനിനും താഴെ ഒരേപോലെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ ഫീസിബിൾ റീജിയനിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. കോർണർ പോയിൻറ്റ്സ്, ഒരു കോർണർ ഈ ഇത്രയാണ് എന്ത് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഒന്ന് ഇതാണ്, ഒരു കോർണർ ഇതാണ്, ഇതിന് ഞാൻ എ എന്ന് കൊടുത്തു. ഒരു കോർണർ ഇതാണ്, അതിന് ഞാൻ ബി എന്ന് കൊടുത്തു. ഒരു കോർണർ ഇതാണ്, അതിന് ഞാൻ സി എന്ന് കൊടുത്തു. പിന്നെ ഒരു കോർണർ ഇവിടെയാണ് വരുന്നത്, അതിന് ഞാൻ ഡി എന്ന് കൊടുത്തു.
ഈ കോർണർ പോയിൻറ്റ്സ് നമുക്കറിയണം. അപ്പോൾ കോർണർ പോയിൻറ്റ്സ്, എയുടെ കോർണർ പോയിൻറ്റ്സ് നമുക്കറിയാം. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്രയാണ്? 0, 12 ആണെന്ന് നമുക്കറിയാം എയുടെ കോർണർ പോയിൻറ്റ്. ബിയുടെ കോർണർ പോയിൻറ്റ് നമുക്കറിയാം. എത്രയാണ്? ബി 0 ആണ്. x1ഉം 0 ആണ്, x2ഉം 0 ആണ്. സിയുടെ കോർണർ പോയിൻറ്റ് നമുക്കറിയാം. സിയുടെ കോർണർ പോയിൻറ്റ് എത്രയാണ്? ഇവിടെയാണ് നമ്മൾ സി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സിയുടെ കോർണർ പോയിൻ്റ് എന്ന് പറയുന്നത് 15, 0 ആണ്. ഞാനിവിടെ ഇങ്ങനെ വരച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15, 0 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ 15, 0. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് നമ്മളിവിടെ 0, 30ഉം ഇവിടെ 15, 0 അടയാളപ്പെടുത്തിയിട്ടാണ് ഇത് ചേർത്ത് വരച്ചത്. ഇവിടെ 0, 12ഉം ഇവിടെ 24, 0 അടയാളപ്പെടുത്തിയിട്ടാണ് ഈ ലൈന് ചേർത്ത് വരച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ കോർണറിലുള്ള പോയിൻറ്റ്സ് മാത്രം എടുക്കുമ്പോൾ എയുടേത് 0, 12 ആണ്, ബിയുടേത് 0, 0 ആണ്, സിയുടേത് 15, 0 ആണ്. പിന്നെ ഒരു കോർണർ ഉള്ളത് ഇതാണ് ഡി ആണ്. പക്ഷേ ഡിയുടെ കോർണർ എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഡിയുടെ കോർണർ പോയിൻ്റ് കണ്ടുപിടിക്കണം. ഡിയുടെ കോർണർ പോയിൻ്റ്, ഈ ഡിയുടെ പ്രത്യേകത എന്താണ്? ഈ ഡിയിൽ വെച്ചിട്ട് 2 ലൈനുകളും കൂട്ടിമുട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് വരച്ചിട്ടുള്ള ലൈനും സെക്കൻഡ് ഇക്വേഷൻ വെച്ച് വരച്ചിട്ടുള്ള ലൈനും കൂട്ടിമുട്ടുന്നത് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റിലാണ്. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൻ്റെ പോയിൻറ്റ്സ്, ആ ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷൻസ്, 2 ലൈനിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്താൽ ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലെ വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യണം. 2 ഇക്വേഷൻസ് ഞാൻ ഇവിടെ തന്നെ എഴുതുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 4x1 + 2x2 = 60. ഇതായിരുന്നു ഫസ്റ്റിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. 4x1 + 2x2 = 60. ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് 2x1 + 4x2 = 48. ഇതായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കുക, x1ൻ്റെ വാല്യൂസ് ആണെങ്കിൽ 2 ഇക്വേഷനിലും ഒരേപോലെയാണോ? അല്ല. ഒന്നിൽ 4 ആണ്, ഒന്നിൽ 2 ആണ്. രണ്ടാമത് നോക്കുക, x2ൻ്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷനിൽ 2 ആണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ 4 ആണ്. അപ്പോൾ x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് ഒരേപോലെ 2 ഉള്ള ഇക്വേഷന് അല്ല ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരേപോലെ ആക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ഒരേപോലെ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുക, 4x1 + 2x2 = 60 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ x2ൻ്റെ അടുത്ത് ഒരു 2 ഉണ്ട്. ഈ 2നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2 കൊണ്ട് കൂടെ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? 4x2 എന്നാവും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിലും രണ്ടാമത്തെ ഇക്വേഷനിലും x2 4 വരും. അപ്പോൾ നമുക്കത് വെട്ടിപ്പോയാൽ ഈസി ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിലുള്ള വാല്യൂസ് ഒരേപോലെ അല്ലെങ്കിൽ ഇക്വേഷനിലുള്ള വാല്യൂസിനെ ഒരേപോലെ ആക്കണം. ഒരേപോലെ ആക്കിയിട്ട് ആ 2 ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. പിന്നെ ആ വാല്യൂ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂവും കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനെ ഒരേപോലെ ആക്കാൻ ഏതെങ്കിലും ഒരു വാല്യൂ, ഒന്നെങ്കിൽ x1 ഒരേപോലെ ആക്കാം, അല്ലെങ്കിൽ x2 ഒരേപോലെ ആക്കാം. x1 ആണ് ഒരേപോലെ ആക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ഇക്വേഷനെ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം എന്താവും? മുകളിലും 4x1 ആവും, താഴെയും 4x1 ആവും. ഇനി x2 ആണ് നിങ്ങൾ ഒരേപോലെ ആക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മുകളിലുള്ള ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചാൽ x2 4 ആയിട്ട് വരും. അപ്പം മുകളിലും താഴെയും 2 ഇക്വേഷനിലും x2 4 ആവുമ്പോൾ വെട്ടിപ്പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നാമത്തെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണ്. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 × 2 8, 8x1 + 2 × 2 4, 4x2 = 60 × 2 120. ഇങ്ങനെ കിട്ടി. ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇക്വേഷന് ഇങ്ങനെയായിട്ട് മാറി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതുകയാണ്. 2x1 + 4x2 = 48. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ അതേപോലെ എഴുതി.
രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതാൻ എന്താ കാരണം? രണ്ടാമത്തെ ഇക്വേഷനിലുള്ള x2ൻ്റെ വാല്യൂ 4 ആണ്. ആ 4 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഇക്വേഷനെയും ഗുണിക്കാൻ നിൽക്കരുത്, ഒരേപോലെ ആക്കി. ഇപ്പോൾ ആദ്യത്തെ ഇക്വേഷനിലും രണ്ടാമത്തെ ഇക്വേഷനിലും x2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരേ സംഖ്യയാണ്. ഇനി ഇതിനെന്ത് ചെയ്യുക? തമ്മിൽ സബ്സ്ട്രാക്റ്റ് ചെയ്യുക, കുറയ്ക്കുക. 8x1ഉം 2x1ഉം 8ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടുക? 6x1 ആണ് കിട്ടുക. പിന്നെ 4x2 4x2 കുറയ്ക്കുമ്പോൾ 0 ആണ് വരിക. അപ്പോൾ 6x1 ഈക്വൽ ടു 120ൽ നിന്ന് 48 കുറച്ചാൽ നമുക്ക് 72 എന്നാണ് കിട്ടുക. അപ്പോൾ 6x1 72 ആണെന്നുണ്ടെങ്കിൽ x1 ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 6. 72 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 12 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിലെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ x1 12 ആണെന്ന് നമുക്ക് കിട്ടി. നമുക്ക് x1 മാത്രം കിട്ടിയാൽ പോലെ എന്തും കൂടെ കിട്ടണം? x2 കൂടെ കിട്ടണം. അപ്പോൾ 2 പോയിന്റ് വേണം നമുക്ക്. ടെർമിനൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു x1 ഉണ്ടാവും, ഒരു x2 ഉണ്ടാവും. അപ്പോൾ x1 ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ x1 12 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് x2 എത്രയാണെന്ന് കിട്ടണം. x1 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എഴുതിയിട്ടുള്ള ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ x1ൻ്റെ 12 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x2 കിട്ടും. ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ ആയിട്ടുള്ളതാ ഇത്. ഈ 8x1 + 4x2 ഈ ഇക്വേഷനിൽ x1ൻ്റെ വാല്യൂ ഈ 12 കൊടുക്കുകയാണ്. അപ്പോൾ 8x1 നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ 12 + 4x2 ഈക്വൽ ടു 120. അപ്പോൾ 8 × 12 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 96 + 4x2 ഈക്വൽ ടു 120. ഇനി 4x2 കിട്ടണം. 96 + 4x2 120 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 4x2 ഇവിടെ നിർത്തി. ഇവിടെ പ്ലസ് ഉള്ള 96 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 120 - 96 ചെയ്യുമ്പോൾ 24. 4x2 24 ആണെന്നുണ്ടെങ്കിൽ x2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 24 ഡിവൈഡഡ് ബൈ 4x2. 4 × x2 ആണ് എന്ത്? 4x2. അപ്പോൾ ഇവിടെ ഇൻറ്റു ഉള്ള 4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 24 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ x2ൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ ഡിയുടെ ടെർമിനൽ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. x1 12 ആണ്, x2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഈ ഡിയുടെ ടെർമിനൽ പോയിൻറ്റ്സ് 12 6 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാ കോർണർ പോയിൻറ്റ്സും നമുക്ക് കിട്ടി. എയുടേത് 0 12 ആണ്, ബിയുടേത് 0 0 ആണ്, സിയുടേത് 15 0 ആണ്, ഡിയുടേത് 12 6 ആണ്. കോർണർ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. കോർണർ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതിൽ ഏത് കോമ്പിനേഷന്, ഇത് x1 ആണ്, ഇത് x2 ആണ്, ഇതിൽ ഏത് കോമ്പിനേഷനാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് തരുന്നത് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. z ഈക്വൽ ടു 8x1 + 6x2 എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണോ കിട്ടുന്നത്, ആ കിട്ടുന്ന വാല്യൂസിലെ ഹയസ്റ്റ് വാല്യൂ, ആ കോമ്പിനേഷനാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് തരുന്നത്. അപ്പോൾ ഈ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ കിട്ടിയ കോർണർ പോയിൻറ്റ്സ് എഴുതുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇങ്ങനൊരു ടേബിൾ വരയ്ക്കുക. നമുക്ക് 4 കോർണർ പോയിൻറ്റ്സ് ആണ് A B C D. ഓരോ കോർണർ പോയിൻറ്റിലും നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ, എ എന്ന് പറഞ്ഞ കോർണർ പോയിൻറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് 0 12 ആണ്. ബി എന്ന് പറഞ്ഞിട്ടുള്ള കോർണർ പോയിൻറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 0 0 ആണ്. സിയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് നമുക്ക് 15 0 ആണ്. അപ്പോൾ 15 0. ഡി നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചു. എത്രയാണ്? 12 6 അല്ലേ? ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 6 ആണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z ഈക്വൽ ടു 8x1 +
6x2 ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, x1നും x2നും ഈ വാല്യൂസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറായി. അപ്പോൾ ഫസ്റ്റ് ചെയ്യുക 8 ഇൻറ്റു x1 0 ആണ് പ്ലസ് 6 ഇൻറ്റു x2 എന്ന് പറഞ്ഞത് 12. അപ്പോൾ 8 ഇൻറ്റു 0 0 ആണ്. 12 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. അടുത്തത് പിന്നെ 0 ആണ്. അത് പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമല്ല, ആൻസർ എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. എന്നാലും ഒന്ന് ചെയ്യുക 8 ഇൻറ്റു 0 പ്ലസ് 6 ഇൻറ്റു 0. 8 ഇൻറ്റു 0 0, 6 ഇൻറ്റു 0 0, 0 പ്ലസ് 0 0. പിന്നെ അടുത്തത് 8 ഇൻറ്റു x1 15 ആണ്, 6 ഇൻറ്റു x2 0 ആണ്. 15 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 120 ആണ് കിട്ടുക. പിന്നെ ലാസ്റ്റത്തത് 8 ഇൻറ്റു 12 പ്ലസ് 6 ഇൻറ്റു x2 6. അപ്പോൾ 8 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടുക, 8 ഇൻറ്റു 12 8 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 96 കിട്ടും. 6 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്രയാണ് വാല്യൂ കിട്ടുന്നത്, 6 36. 96 പ്ലസ് 36, 96 പ്ലസ് 36 ചെയ്യുമ്പോൾ 132. 96 പ്ലസ് 36 ചെയ്യുമ്പോൾ 132. ഒന്നും കൂടെ കറക്റ്റ് അല്ലേ നോക്കുക കേട്ടോ. 8 ഇൻറ്റു 12 പ്ലസ് 6 ഇൻറ്റു 6 132. അപ്പോൾ മാക്സിമൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ, ഇതാണോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂസ് 72 0 120 132 ഈ വാല്യൂസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ് നോക്കുക. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഏതാണ്, ഈ 132 ആണ് ഹയസ്റ്റ് വാല്യൂ. അപ്പം നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 132 ആണ്. ഈ മാക്സിമം പ്രോഫിറ്റ് തരുന്ന നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ 12 6 അപ്പം നമുക്കിടെ ഒപ്റ്റിമം എന്ന് പറയുന്നത്, ഒപ്റ്റിമം എ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, 12 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, 6 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. നമ്മുടെ ഒബ്ജക്റ്റീവ് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് എന്നായിരുന്നു. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് എയിൻ്റെ ആ പ്രൊഡക്ഷൻ ലെവൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ x1 എന്ന് എടുത്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് ബിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയത്തിനെയാണ് നമ്മൾ x2 എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് പ്രൊഡക്റ്റ് 12 യൂണിറ്റും ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് 6 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ 12 6. ഈ 12 6 എന്ന് പറയുന്ന ഈ പോയിൻ്റാണ് എന്ത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. പ്രൊഡക്റ്റ് എയിൻ്റെയും പ്രൊഡക്റ്റ് ബിയുടെയും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 12 6 ആണ്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് എഴുതണം. ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി ഈസ് 12 16 അല്ല 6 12 6. It gives maximum profit. ഇങ്ങനെ നിങ്ങൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് എഴുതണം. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒപ്റ്റിമം കോമ്പിനേഷൻ, അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്. ഒപ്റ്റിമം combination of product A and product B is 12 6. It give maximum profit. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന് നോക്കുക, ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക, കൺസ്ട്രെയിൻസ് എഴുതുക. അതിന് ശേഷം ഫസ്റ്റ് ഇക്വേഷനിൽ x1ഉം x2ഉം 0 ആക്കി കൊടുത്തിട്ട് പോയിന്റുകൾ കണ്ടുപിടിക്കുക.
രണ്ടാമത്തെ ഇക്വേഷനിലും x1ഉം x2ഉം 0 ആക്കി കൊടുത്തിട്ട് പോയിന്റുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 പോയിന്റ്സ് കിട്ടി. ഈ 4 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫായിട്ട് വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ 2 പോയിന്റ്സ് ഗ്രാഫിൽ വരച്ചിട്ട് ആ 2 ലൈനുകളെ തമ്മിൽ കൂട്ടി വരയ്ക്കുക. രണ്ടാമത്തെ ഇക്വേഷനിലെ പോയിന്റ്സും ഗ്രാഫിൽ വരച്ചിട്ട് ആ 2 ലൈനുകളെ തമ്മിൽ കൂട്ടി വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ആയതുകൊണ്ട് ഈ 2 ലൈനുകൾക്കും താഴെയുള്ള ഭാഗമാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ ആയിട്ട് കണക്കാക്കേണ്ടത്. ഈ 2 ലൈനിനും കോമൺ ആയിട്ട് താഴെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സിന് ABCD എന്ന് പേര് കൊടുത്തു. അപ്പോൾ കോർണർ പോയിൻറ്റ്സ് നോക്കുമ്പോൾ 3 കോർണർ പോയിൻറ്റ്സ് നമുക്ക് അറിയാം. ഒരു കോർണർ പോയിൻ്റ്, ഈ 2 ലൈനുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്തെ കോർണർ പോയിൻ്റ് നമുക്കറിയില്ല. അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ 2 ഇക്വേഷൻസ് എടുത്തിട്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഒരേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കോർണർ പോയിൻറ്റ്സും കിട്ടി. എല്ലാ കോർണർ പോയിൻറ്റ്സും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒബ്ജക്റ്റീവ് ഫങ്ഷനിൽ കോർണർ പോയിൻറ്റ്സിൻ്റെ ഈ വാല്യൂസ് കൊടുത്തിട്ട് അതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, മാക്സിമൈസേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കി അതിൻ്റെ നേരെയുള്ള x1ൻ്റെയും x2ൻ്റെയും വാല്യൂ നോക്കി 12ഉം 6ഉം ആണ്. അപ്പോൾ ഈ 12ഉം 6ഉം ആണ് എന്ത്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം എന്ന് പറയുന്നത് ഈ 12ഉം 6ഉം ആണ്. അപ്പോൾ അത് നമ്മളൊരു കൺക്ലൂഷൻ ആയിട്ട് എഴുതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്. ഈ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ കുറേ പറഞ്ഞു, ഒരുപാട് ടൈം എടുത്താണ് പറഞ്ഞത്. ഇനി ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ.